Good morning to all of you. Today we are going to talk about measures of dispersion. Dispersion refers to the variability in the size of items. It speaks about the spread or scatter of the values in a series. It measures the extent to which the items vary from some central value. Since measures of dispersion give an average of the differences of various items from an average, they are also called averages of the second order. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിൽ അതിൻ്റെ സെൻട്രൽ വാല്യൂവിൽ നിന്നും ആ സീരീസിൻ്റെ മറ്റ് ഐറ്റംസ് എത്രമാത്രം വേരി ചെയ്തിരിക്കുന്നു അഥവാ എത്രമാത്രം സ്കാറ്റർ ചെയ്തിരിക്കുന്നു, സ്പ്രെഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുക. സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് മീൻ ആകാം, മീഡിയൻ ആകാം, മോഡാകാം. അതിൽ നിന്നും ആ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിലെ മറ്റ് ഐറ്റംസ് എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മെഷർ ചെയ്യുന്നതിനുള്ളതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ 50 മാർക്കിൻ്റെ ടെസ്റ്റ് പേപ്പർ നടത്തുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെൻട്രൽ വാല്യൂ നമുക്ക് 25 ലഭിക്കുന്നു. അപ്പോൾ 25 മാർക്സാണ് സെൻട്രൽ വാല്യൂ. ഈ സെൻട്രൽ വാല്യൂവിൽ നിന്നും 0 മുതൽ 25 വരെ മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടാകാം, 25 മുതൽ 50 വരെ മാർക്സ് കിട്ടിയ കുട്ടികളുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ലോവർ എക്സ്ട്രീം എന്ന് പറയുക 0 ഹയസ്റ്റ് എന്ന് പറയുക 50 മാക്സിമം മാർക്ക്. അപ്പോൾ ഈ സെൻട്രൽ വാല്യൂവിൽ നിന്നും ഈ സീരീസിൽ 0 മുതൽ 50 വരെയുള്ള ഐറ്റംസ് എത്രമാത്രം വേരി ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷറാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുക. അതിനാൽ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ സെൻട്രൽ വാല്യൂ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാല്യൂ ആണോ എന്നുകൂടി ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് സെൻട്രൽ വാല്യൂവിൽ നിന്നുള്ള ഡീവിയേഷൻ്റെ അഥവാ വേരിയേഷൻ്റെ മെഷേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ആവറേജ് ഓഫ് ദി സെക്കൻഡ് ഓർഡർ എന്നുകൂടി വിളിക്കാറുണ്ട്. Definition of dispersion according to A.L. Bowley. Dispersion is a measure of variations of the items. According to L.R. Connor, dispersion is a measure of the extent to which the individual items vary. According to Spiegel, the degree to which numerical data tend to spread about an average is called the variation or dispersion of data. The above definitions make it clear that dispersion refers to the extent to which the items vary from one another and from the central value. Objectives of measuring dispersion. The main objectives of dispersion are to determine the reliability of an average, to determine the variability of 2 or more series, for facilitating the use of other statistical measures
basis of statistical quality control. First one is to determine the reliability of an average. ഒരു ആവറേജിൻ്റെ അഥവാ നമ്മൾ നിലവിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള മീനിൻ്റെയോ മീഡിയൻ്റെയോ മോഡിൻ്റെയോ റിലയബിലിറ്റി എത്രമാത്രമുണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷറാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുക. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിൻ്റെ ആവറേജ് വാല്യൂസ് ആ സീരീസിനെ എത്രമാത്രം റെപ്രസെൻ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വാല്യൂ ആ സീരീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണോ എന്ന് ഉറപ്പുവരുത്താനാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ നമ്മൾ ഉപയോഗിക്കുക. ഒരു സീരീസിലെ സെൻട്രൽ വാല്യൂവിൽ നിന്നും മറ്റ് ഐറ്റംസ് കൂടുതൽ വേരി ചെയ്തിരിക്കുന്നു എങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ആവറേജ് ആ സീരീസിൻ്റെ റിലയബിൾ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ അല്ല. എന്നാൽ ആവറേജ് വാല്യൂവിൽ നിന്നും മറ്റ് വാല്യൂസിൻ്റെ വേരിയേഷൻ കുറവാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ആവറേജ് വാല്യൂ ആ സീരീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ആയിട്ട് കരുതാവുന്നതുമാണ്. A measure of dispersion points out as to how far an average is representative of a statistical series. If the dispersion or variation is small, the average will closely represent the individual values, and it is highly representative. On the other hand, if the dispersion is large, the average will be quite unreliable. Second one is to determine the variability of two or more series. രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് തമ്മിൽ കമ്പയർ ചെയ്ത് അവയിൽ ഏതാണ് കൂടുതൽ വേരിയബിലിറ്റി ഉള്ളത്, മറ്റൊരർത്ഥത്തിൽ അതിലേത് സീരീസാണ് കൂടുതൽ സ്ഥിരത കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഉപയോഗിക്കാറുണ്ട്. Measure of dispersion helps in comparing the variability of two or more series. It is highly useful to determine the consistency of two or more series. A high degree of variation would mean less consistency and vice versa. വേരിയേഷൻ കൂടുതലുള്ള സീരീസിൽ സ്ഥിരത കുറവായിരിക്കും, വേരിയേഷൻ കുറവുള്ള സീരീസിന് സ്ഥിരത കൂടുതലായിരിക്കും. തേർഡ് വൺ ഈസ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ യൂസ് ഓഫ് അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്. എ മെഷർ ഓഫ് ഡിസ്പെർഷൻ സെർവ്സ് ദി ബേസിസ് ഓഫ് മെനി അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് സച്ച് ആസ് കോറിലേഷൻ, റിഗ്രഷൻ, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസിസ്, etc. For example, standard deviation helps a lot for calculating the above statistical measures. Measures of dispersion മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ നടത്താൻ പറ്റുന്നതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു മെഷർ ഓഫ് ഡിസ്പെർഷൻ ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ് നമുക്ക് നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഫോർത്ത് വൺ ഈസ് ബേസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി അഷ്വർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ്റെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച്
അതിൽ എത്രമാത്രം വേരിയേഷൻ ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് മാനേജ്മെൻറ്റിന് അത് റിപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ മാനേജ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. Measure of dispersion is the basis of statistical quality control. The extent of the dispersion gives indication to the management as to whether the variation in the quality of the product is due to random factors or there is some defect in the manufacturing process. On the basis of such an analysis, the management may take suitable steps to control the cause of variation in the quality of the product. Properties of a good measure of dispersion. It should be easy to understand, it should be simple to compute, it should be rigidly defined, it should be based on all the items of the distribution, it should not be unduly affected by the extreme values, it should be capable of further algebraic treatment, it should have sampling stability. Absolute and relative measures of dispersion. Measures of dispersion may be either absolute or relative. Absolute measure of dispersion. An absolute measure of dispersion is expressed in the same statistical unit in which original data of the series are expressed. It may be rupee, kilogram, runs, marks, centimeter, etc. Absolute measure of dispersion do not help us to make comparison between two or more distributions which are expressed in different statistical units. Example: range, standard deviation, mean deviation, etc. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ ഒറിജിനൽ വാല്യൂവിൽ തന്നെ അതിൻ്റെ റിസൾട്ട് എക്സ്പ്രസ് ചെയ്യുന്നു എങ്കിൽ അതിനെയാണ് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുക. രണ്ട് സീരീസുകൾ തമ്മിൽ കമ്പാരിസൺ നടത്തുന്നതിന് ഈ അബ്സല്യൂട്ട് മെഷർ നമുക്ക് ഉപകരിക്കപ്പെടുന്നില്ല. റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ മുതലായവ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പെർഷന് ഉദാഹരണങ്ങളാണ്. എന്നാൽ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുക വേരിയബിലിറ്റി റേഷ്യോയുടെയോ പെർസെൻറ്റേജിൻ്റെയോ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുക. അതിനെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പെർഷൻ എന്നുകൂടി പേര് വിളിക്കാറുണ്ട്. നിലവിലുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ്റെ ആവറേജ് റേഷ്യോയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് വേരിയബിലിറ്റി കൂടുതലായിരിക്കും. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ്റെ വാല്യൂ കുറവാണ് എങ്കിൽ അതനുസരിച്ച് വേരിയബിലിറ്റി കുറവായിരിക്കും. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ചുരുക്കത്തിൽ ഒറിജിനൽ
സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതാണെങ്കിൽ അത് അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പെർഷനും വേരിയബിലിറ്റി റേഷ്യോയുടെയോ പെർസെൻറ്റേജിൻ്റെയോ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണെങ്കിൽ അത് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷനുമാണ്. റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷനെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പെർഷൻ എന്നുകൂടി വിളിക്കാറുണ്ട്. A relative measure of dispersion refers to the variability stated in the form of ratio or percentage. It is the ratio of a measure of dispersion to an appropriate average from which deviations are measured. It is also called coefficient of dispersion. Relative measures are used for measuring the variability of two or more series. Greater the value of relative measure of dispersion, greater will be the variability and vice versa. Example: coefficient of variation, coefficient of mean deviation, etc.